ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഈ ചാനലിൽ ഐ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ് സിൻസ് ഏജസ്, അങ്ങനെ വെച്ചാൽ പറയാം. ഇന്ന് വിചാരിച്ചു വീണ്ടും പുതിയൊരു സ്റ്റാർട്ടായിട്ട് ഈ ചാനൽ വീണ്ടും ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ. ഐ ഡോണ്ട് നോ വൈ, ബട്ട് അങ്ങനൊരു തോട്ട്. സോ ഐ ഹവ് സ്റ്റാർട്ടഡ് മേക്കിംഗ് വീഡിയോസ് ഫോർ ദിസ് ചാനൽ. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് മുതൽ. ബിഫോർ എൻട്രിങ് ടു ദ വീഡിയോ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഞാൻ ഷാമയാണ്. ഐ എം ലിവിങ് ഇൻ ബാംഗ്ലൂർ. ഐ എം എ ഹോം മേക്കർ. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡോട്ടർ. So that's it. I live in Bangalore with my husband, my mom and my daughter. ഇത്രയേ ഉള്ളൂ ഞാൻ. സോ ലെറ്റ്സ് എൻറ്റർ ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ മോർണിംഗ് ടു ഈവനിങ് റൂട്ടീനാണ്. അപ്പോൾ റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ബെഡ്റൂം ക്ലിയർ ഔട്ട് ചെയ്യാണ്, എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. മോർണിംഗ് ടൈമാണ്. അപ്പോൾ എൻ്റെ മകളുടെ പേര് അൻവി എന്നാണ്. അപ്പോൾ മൂപ്പര് സ്കൂളിൽ പോയ ശേഷമാണ് ഞാൻ ഈ ക്ലീനിങ്ങിന് നിൽക്കുക. ഇപ്പോൾ രാത്രിയത്തെ ബ്ലാങ്കറ്റ്സും എല്ലാം ഫോൾഡ് ചെയ്തിട്ട് അതാത് സ്ഥാനത്ത് വെക്കുമ്പോൾ ആ കവേർഡിൽ വല്ലതും ഡിസോർഗനൈസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അപ്പം തന്നെ ക്ലിയർ ഔട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിത്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് തലേനൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ആ പരിപാടി അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് പില്ലോസും കുഷൻസും സെറ്റാക്കിയിട്ട് ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഈ ബെഡ് സൈഡ് ടേബിളും സ്റ്റഡി ടേബിളും എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഈ റൂം ഫുൾ അടിച്ചു വാരി ഇതിൻ്റെ ബാൽക്കണിയും ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ഈ റൂമിൽ നിന്ന് പോവാറ്. പൊതുവേ ഞാനൊരു റൂം എടുക്കുമ്പോൾ അതിന് ഫുൾ എൻറ്റയർ തിങ് ചെയ്തിട്ടേ പോകാറില്ല. പിന്നെ ആ റൂമിലേക്ക് വരാൻ പാടില്ല, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തതിനിടയിലാണ് അൻവിയുടെ സ്കൂളിൻ്റെ കലണ്ടറാണ്. അപ്പോൾ ഇനി വരുന്ന എക്സാംസ് അപ്പോഴാണ് തോന്നിയത് ഒന്ന് നോക്കാം എന്താണ് എക്സാംസ് വരുന്നത്. ഒരു അമ്മയാവുമ്പോൾ നമുക്ക് പല സാധനങ്ങളാണ് തലയിലൂടെ. ചിലത് കാണുമ്പോഴാണ് ഓർമ്മ വരുമോ ഇനി അടുത്തൊരു എക്സാം വരുന്നുണ്ട്. ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിലാണ് എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നത്. നെക്സ്റ്റ് വീക്ക് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയതാണ് ഞാൻ ഒന്ന്. അപ്പം അതിൻ്റെ ഒപ്പം ആരോടോ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ JK ആവും അല്ലെങ്കിൽ അമ്മയാവും. നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഒപ്പം ഈ റൂമിൽ ഞാനൊരു ചെയർ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ചെയർ എന്താ വെച്ചാൽ ഡൈനിങ് ടേബിളിൻ്റെ ചെയറാണ്. പക്ഷേ ഡൈനിങ് ടേബിൾ ഇരിക്കാൻ ഒരു പൊസിഷൻ വെച്ചിട്ട് ഈ ചെയറും കൂടി വെക്കുമ്പോൾ ആകെ തട്ടി തടഞ്ഞ് നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തത്, ഈ റൂമിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ആർക്ക് വേണമെങ്കിൽ ഇരിക്കാം, സംസാരിക്കാം. അങ്ങനെ ഈ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അവസാനമായിട്ട് ഈ റൂമൊന്ന് അടിച്ചു വാരി ഫുൾ ക്ലിയർ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊരു അറ്റാച്ച്ഡ് ബാൽക്കണി ഉണ്ട്. അപ്പോൾ ആ ബാൽക്കണി ഡെയിലി എനിക്ക് അടിച്ചു വാരിയേ പറ്റൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് റോഡ് സൈഡാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ അടിച്ചു വാരിയില്ലെങ്കിൽ അത്രയും പൊടിയാണ് ആ ബാൽക്കണിയിൽ. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. അപ്പോൾ അത് ചെയ്യാൻ വന്നപ്പോഴാണ് ഇന്നലെ ഞാൻ ഈ ചെസ്റ്റ് ഓഫ് ഡ്രോസ് കഴുകി ഇവിടെ വൃത്തി ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഞാൻ അടുത്തവനെ ഷെയർ ചെയ്യുന്നുണ്ടാവും, അതിന് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയോ ഇല്ലയോ നോക്കുമായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടി കളഞ്ഞ് വീണ്ടും ഓടിക്കന്നെ വെച്ചു. എന്നിട്ട് ബാൽക്കണി ഒന്ന് നന്നായി അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പോൾ ബാൽക്കണിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ലിവിങ് റൂമിലേക്ക് വന്നു. ലിവിങ് റൂം എനിക്കൊന്ന് വൃത്തിയാക്കാണ്ട് സോഫയുടെ പിന്നൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കാണ്ട്. അത് അത്യാവശ്യം പൊടിയാവും. ഒരു 1.5-2 ആഴ്ച നമ്മൾ വൃത്തിയാക്കാതെ വിട്ട് കഴിഞ്ഞാൽ നല്ല മാറാല കെട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊതുവെ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് മാറാലൊക്കെ തട്ടാൻ നോക്കാറുണ്ട്. അല്ലെങ്കിൽ അവിടെ നമുക്ക് തന്നെ ഇരിക്കാൻ പറ്റില്ല, തുമ്മി ഒരു വഴിയാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടോ. എന്നിട്ട് ഞാൻ പൊതുവെ എല്ലാ ആഴ്ചയും ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഈ സോഫയൊന്ന് വൃത്തിയാക്കാറുണ്ട്. കാരണം ഇതിലിരുന്നിട്ട് പിള്ളേരൊക്കെ കഴിക്കും. അൻവിയുടെ ഫ്രണ്ട്സും ഇപ്പോൾ നമ്മളായാലും കഴിക്കുകയൊക്കെ ചെയ്യുക അതിൻ്റെ ഇരുന്നിട്ട് TV കണ്ടുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരും അതിൻ്റെ അവശിഷ്ടം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് കാരണം ഉറുമ്പുകളും വരും. അപ്പോൾ ഞാനൊരു 1.5 ആഴ്ച കൂടുമ്പോൾ അത് ക്ലിയർ ചെയ്യാറുണ്ട്, വൃത്തിയാക്കാറുണ്ട്. ഇന്ന് ചെയ്തിട്ടില്ല. ഇന്ന് ജസ്റ്റ് സോഫയൊക്കെ ഒന്ന് ഇളക്കി മാറാലൊക്കെ ഒന്ന് തട്ടി അതൊന്ന് വൃത്തിയാക്കി അതിൻ്റെ അടിയൊക്കെ. കാരണം ഇന്ന് അതിന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള പണികളൊന്നും നടക്കില്ല. എനിക്ക് അത്യാവശ്യം ഇന്ന് കുറേ പണിയുണ്ട്. ദിവാലി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം പണി കയ്യിലുണ്ട്. ഇപ്പോൾ വേണ്ടാത്ത പണി നിൽക്കണ്ട, അല്ലെങ്കിൽ ഞാൻ വയ്യാതെയാവും.
അപ്പോൾ അതുകൊണ്ട് ലിവിങ് റൂം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ അടിച്ചുവാരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ്ലി പിന്നെ വൈകുന്നേരം നിങ്ങൾ കാണണേ. കാരണം അതുവരെയും പിന്നെ കുക്കിങ്ങോ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ വരെ എത്തുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാം. എന്നാൽ ഞാൻ കുക്കിംഗ് വീഡിയോസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ പിന്നെ ഈവനിങ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈവനിങ് എനിക്ക് കിച്ചൺ ഒന്ന് നന്നായി ക്ലീൻ ആക്കാണ്ടായിരുന്നു. നാളെ മുതൽ സ്കൂൾ തുടങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഈവനിങ് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഉച്ചവരെ പിന്നെ റെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ വൈകുന്നേരമാണ് എടുത്തത് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ഏരിയ എൻ്റെ കിച്ചണിൽ ഒരു കോർണർ ഏരിയയാണ്. അപ്പോൾ ഇവിടെയാണ് ഉപ്പ് പുളിയൊക്കെ വെക്കാറ്. അപ്പോൾ ഈ സ്റ്റാൻഡും അതിൻ്റെ മീതത്തെ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയിൽ തുടച്ച് വെക്കുകയാണ് ഞാൻ. വൃത്തിയിൽ കഴുകി തുടച്ച് വെക്കുകയാണ്. സ്ലാബ് എപ്പോഴും ഞാൻ സോപ്പിട്ട് നന്നായി സ്കോച്ച് ബ്രൈറ്റ് കൊണ്ട് ഉറച്ച് കഴുകാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് വീക്ക്ലി വൺസ് ചെയ്യേണ്ടി വരും. കാരണം ഇതിൻ്റെ റെൻറ്റൽ ഹോമാണ്. ഇപ്പോൾ ഇവിടെ ചിമ്നി ഇല്ല. അത് കാരണം ഭയങ്കര ഗ്രീസിനെസ് ആവും. അപ്പം നമ്മളത് വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ പണി നമുക്ക് തന്നെ. അപ്പം ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഒരാഴ്ചയിൽ ഒരിക്കൽ ഞാനത് നന്നായി സോപ്പിട്ട് സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. പ്രത്യേകം ഓർത്ത് ചെയ്യുന്നൊരു സംഭവമാണത്. അപ്പോൾ ഇപ്പോൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫുൾ ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ക്ലീനിങ് ഈ ഒരു ഏരിയ വരെ ചെയ്യുള്ളൂ. കാരണം അത് മൊത്തം കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ രാത്രിത്തെ പണി പിന്നെ ഇരട്ടിയാവും. രാത്രി എനിക്ക് കുക്കിംഗ് ചെയ്യാണ്ട് പഠിപ്പിക്കാണ്ട് അങ്ങനെ ഹോം വർക്ക്സൊക്കെ നോക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഏരിയ വരെ ക്ലീൻ ചെയ്യുള്ളൂ. ആൻഡ് നോർമലി ഞാൻ കിച്ചൺ ക്ലീനിങ് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ ഓരോ ഏരിയ എടുത്തിട്ടാണ് ചെയ്യാറ്. എൻ്റെ മീതെ ബേർഡൻ ആവാതെ എന്നാൽ വൃത്തിയിൽ പോകാൻ എന്ന രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ ഡെയിലി എനിക്ക് എന്തെങ്കിലുമൊക്കെ വർക്കും ഉണ്ടാവും. ബോറടിച്ച് വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് പണിയെടുത്തിട്ട് വയ്യാതെയാവില്ല. കുറച്ച് ഏരിയ കവർ ചെയ്യും. അങ്ങനെയാണ് പൊതുവെ പരിപാടി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്നാലാണ് ഒരു കണക്ടിവിറ്റി ഉണ്ടാവുള്ളൂ. എനിക്കും അറിയാൻ പറ്റൂ വേർ ഐ നീഡ് ടു ഇംപ്രൂവ് ആൻഡ് വാട്ട് ന്യൂ തിങ്സ് ഐ നീഡ് ടു ഇൻട്രൊഡ്യൂസ് ഇൻ മൈ വീഡിയോ. അങ്ങനെയൊക്കെ ഈ ചാനലിനെ കുറിച്ച് ചെറുതായിട്ടൊരു ഇൻട്രോ തരാം. ഈ ചാനൽ ഞാൻ കുറേ മുന്നേ തുറന്നതാണ്. ഇപ്പോൾ ഒരു 40 സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ബട്ട് അന്ന് ഞാൻ ഹിന്ദി വീഡിയോസാണ് ഇട്ടിരുന്നത്. അത് ഞാൻ ഇപ്പോൾ പ്രൈവറ്റ് ആക്കി. അപ്പോൾ ഞാൻ ഇതൊരു മലയാളം ചാനലായിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. മലയാളം വീഡിയോസാണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. റിലേറ്റഡ് ടു മൈ ഹോം ലൈഫ് സ്റ്റൈൽ എല്ലാം. അപ്പോൾ അത് മലയാളത്തിൽ ഓഡിയോ കൊടുത്തിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചാനൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് കേരളയിലുള്ള എൻ്റെ ഓഡിയൻസ് വരെ ഈ വീഡിയോ എത്തുമെന്ന്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ വിൽ ലൈക്ക് ദ വീഡിയോ. അങ്ങനെയാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദ ചാനൽ.